യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരിക്കണം. കർത്താവ് നിന്നെ ഉയർത്തും. ഉയർത്തപ്പെടാനുള്ള തത്രപ്പാടിലാണ്, ഓട്ടത്തിലാണ് നാം. എങ്ങനെ ഉയരാൻ പറ്റും? ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചായാലും, എന്ത് തകർത്തിട്ടായാലും, ആരുടെ സൽപ്പേര് കളങ്കപ്പെടുത്തിയിട്ടായാലും, ആരെ മുറിപ്പെടുത്തിയിട്ടായാലും എനിക്ക് ഉയരണം. ഇത് സ്വാഭാവികമായ കാലികമായ ചിന്തയാണ്. പക്ഷേ ഇവിടെ നീ ഉയരുന്നില്ല എന്ന് മാത്രമല്ല, നീ അറിയാതെ തകരുകയാണ്. കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ചോർന്നു പോവുകയാണ് സംഭവിക്കുന്നത്. ഉയരുന്നില്ല. നീ ഉയരാനുള്ള വഴി താഴുക മാത്രമാണ്. പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, താണ നിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യൂ എന്ന്. നിലം താഴേക്ക് വെട്ടപ്പെട്ടതാണെങ്കിൽ അവിടേക്ക് ഒഴുക്ക്, കൃപകളുടെ ഒഴുക്ക് നന്നായിട്ടുണ്ടാകും. അപ്പോൾ ദൈവ തിരുമ്പിൽ ഇരിക്കാൻ, താഴ്മയോടെ ഇരിക്കാൻ, വിധേയപ്പെടാൻ നീ തയ്യാറാണോ? സ്വർഗം നിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തിയിരിക്കും. ഉയർപ്പ് നിനക്ക് സ്വന്തമായിട്ടുള്ളതാണ്. നീ എഴുന്നേൽക്കും മോനെ, മോളെ, നീ എഴുന്നേൽക്കും. നീ ഇപ്പോഴത്തെ അവസ്ഥ, ഗതികെട്ട ഏത് അവസ്ഥയിലാണെന്ന് എനിക്കറിയില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ, നിൻ്റെ ജീവിതത്തിൽ ഉയർത്താൻ, ഒരുപക്ഷെ നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിൽ നിന്നെ പൊക്കിയെടുക്കാൻ പൊന്നു കർത്താവിന് കഴിയും. കരം നീട്ടി അവൻ നിൽക്കുന്നുണ്ട്. നീ ഇരുന്നു കൊടുക്ക്. കർത്താവേ, എൻ്റെ ബലഹീനതകൾ എനിക്കറിയാം, എൻ്റെ പോരായ്മകൾ എനിക്കറിയാം. ഞാൻ ഗതികെട്ട അവസ്ഥയിലാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങേ കരങ്ങളിലേക്ക് ഞാൻ പരമേൽപ്പിക്കുന്നു. എൻ്റെ കഴിവുകേടുകളൊക്കെ കർത്താവെ ഞാൻ മനസ്സിലാക്കി തിരുമുമ്പിൽ ഇരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവെ നിൻ്റെ മിഴിനോട്ടം, നിൻ്റെ ഇടപെടൽ, നിൻ്റെ സ്വർഗീയമായ കൃപകൾ ചായ്ക്കണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. സ്വർഗം നീ പതുക്കെ 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 ഉയരുന്നതായി നിനക്ക് കാട്ടിത്തരും. നിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വിധത്തിൽ സ്വർഗത്തിന് നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. വിശ്വസിക്കുക. വചനം സത്യമാണ്, അത് നിറവേറുക തന്നെ ചെയ്യും. യാക്കോബ് ലേഖനത്തിൽ പറയുന്ന ഒരു കോൺഫിഡൻസാണ്. ഈ പ്രഭാതത്തിൽ നിൻ്റെ ജീവിതത്തിൽ ഏത് തകർച്ചയുടെ അറ്റത്താണോ നിൽക്കുന്നത്, ആ തകർച്ചയിൽ നിന്ന് മുട്ടുകുത്തവിടെ മുട്ടുകുത്തി നിൻ്റെ ബലഹീനതകൾ ഏറ്റുപറ. കർത്താവെ, ഈ കടത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, ഇപ്പം നീ ജപ്തിയുടെ വക്കിലാണോ, ജപ്തി നോട്ടീസ് കയ്യിലിരിക്കുക, അത് മുറുകെ പിടിച്ചിട്ട് കർത്താവെ, ഈ ജപ്തിയുടെ അവസ്ഥയിൽ കർത്താവ് ഞാൻ താഴുകയാണ്, എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റാത്ത തോറ്റവസ്ഥയിലാണോ, അതിനെ ഭരമേൽപ്പിച്ചിട്ട് പറ, കർത്താവെ ഞാൻ താഴുകയാണ്, എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഒരസുഖം, ക്ലേശത്തിൽ ഇനിയും സൗഖ്യത്തിനൊരു സ്പേസ് ഇല്ല, മരുന്നിനൊരു ഇടപെടലില്ല, എന്നെ ഇനി യാതൊന്നിനും ഈ മരുന്ന് വിഭാഗത്തിൽ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നീ പകച്ചു നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ താഴ്ന്നു കൊടുക്കുക. ദൈവത്തിന് മുമ്പിൽ ഇരിക്കുക, വിനയപ്പെട്. അവിടെ നിന്ന് നീ എഴുന്നേൽക്കും. ഉറപ്പ്, വചനം തരുന്ന ഉറപ്പാണ്. യാക്കോബൻ ലേഖനം പറയുക, കർത്താവിന് മുമ്പിൽ താഴുന്നവരെല്ലാം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അമ്മ ഉത്തമ ഉദാഹരണമാണ്. സ്വർഗമുയർത്തിയ അമ്മ പാഠമായി മുമ്പിൽ നിൽക്കുകയാണ്. ആമേൻ.